ഹായ്, ഞാൻ ജെർമൈൻ ബെന്നി. ബാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കറക്കം നിൽക്കാത്ത ഗോലി അഥവാ കറക്കം നിൽക്കാത്ത മുത്ത് എന്ന ശാസ്ത്ര പരീക്ഷണമാണ് ഞാനിവിടെ ചെയ്യുവാനായി പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു മുത്ത്, മുത്തിന് പകരം ഗോലി ഉപയോഗിക്കാവുന്നതാണ്, ഒരു ബലൂൺ, മുത്തിൻ്റെ കറക്കം കാണുവാനായി ഒരു ടോർച്ച്. ഇനി നമുക്ക് പരീക്ഷണം തുടങ്ങാം. ആദ്യം ഈ മുത്ത് ഈ ബലൂണിനുള്ളിലേക്ക് കടത്തിവിടാം. മുത്ത് ബലൂണിനുള്ളിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ ബലൂൺ വീർപ്പിക്കാം. നോക്കൂ, ഈ ബലൂണിനടിയിൽ മുത്ത് കിടക്കുന്നത് കാണുന്നില്ലേ? ഈ ബലൂൺ നമുക്ക് ചെറുതായി ഒന്ന് ചലിപ്പിക്കാം. നോക്കൂ, ഈ ബലൂൺ ചെറുതായി ഞാനൊന്ന് ചലിപ്പിച്ചപ്പോഴേക്കും ഈ മുത്തിൻ്റെ കറക്കം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്താണ് ഈ കറക്കത്തിന് കാരണം? ഏതൊരു വസ്തു വൃത്താകൃതിയിൽ കറങ്ങുമ്പോൾ അതിൻ്റെ വൃത്തകേന്ദ്രത്തിൽ നിന്നും ഒരു ബലം അനുഭവപ്പെടും. ആ ബലത്തിൻ്റെ പേരാണ് അപകേന്ദ്ര ബലം. ഈ മുത്തിൻ്റെ അപകേന്ദ്ര ബലം കൊണ്ടാണ് ഈ ബലൂൺ നമ്മൾ ചെറുതായി ഒന്ന് ചലിപ്പിക്കുമ്പോഴേക്കും ഈ മുത്ത് ഒരുപാട് പ്രാവശ്യം കറങ്ങുന്നത്. ഈ മുത്തിൽ അപകേന്ദ്ര ബലം ഉണ്ടെങ്കിലും ഭൂമിയുടെ ഗുരുത്വാകർഷണവും ഇതിൽ അനുഭവപ്പെടുന്നുണ്ട്. ഗുരുത്വാകർഷണം ഇതിൽ അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ മുത്തിൻ്റെ അപകേന്ദ്ര ബലം കുറച്ചു കഴിയുമ്പോൾ കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണം അതിനെ മറികടക്കുകയും അങ്ങനെ മുത്തിൻ്റെ കറക്കം നിൽക്കുകയും ചെയ്യുന്നു. ഈ പരീക്ഷണം എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കില്ലേ? താങ്ക് യു.